ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുളത്തിൽ വളർത്തുന്നത് കട്ട്ല മീൻ. അപ്പോൾ നമുക്ക് അതിനെ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനെ ആദ്യമായിട്ടാണ് കറി വെക്കുന്നത്, ഫ്രൈ ചെയ്തിട്ടേ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം കുറച്ച് മീൻ വാങ്ങിച്ചതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് മാത്രമേ എടുത്ത് കറി വെക്കുന്നുള്ളൂ. കുറച്ച് ഫ്രൈ ചെയ്യാനും ബാക്കി വെച്ചേക്കാം. അപ്പം കറി വെക്കുന്നതിന് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് ജിഞ്ചർ പേസ്റ്റും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ മസാല വരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ നമുക്ക് കുഴച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ച് വേണമെങ്കിലും കുഴയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുഴയ്ക്കും. ഞാൻ വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. അങ്ങനെ അത് മസാലയെല്ലാം കൂടെ ഇളക്കി നമുക്കതിനകത്ത് മീനും ഇട്ട് ഇളക്കി ഫ്രിഡ്ജിൽ വെക്കാം. അത് നല്ലോണം മസാലയൊക്കെ പിടിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന കറി വെക്കുന്ന മീനിനെ നമുക്കെടുത്ത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഷാലോ ഫ്രൈ മതി. കുറച്ച് എണ്ണയ്ക്കകത്ത് മീനൊന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് എടുത്താൽ മതി. അങ്ങനെ നമുക്ക് മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കറി വെക്കാൻ വെച്ചിരിക്കുന്ന മീനെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മീനിൻ്റെ അരപ്പ് തയ്യാറാക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ജീരകം ഇട്ടായിരുന്നു, പിന്നെ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി കഴിഞ്ഞിട്ട് പിന്നെ സവാള, കറിവേപ്പില അതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറത്തക്കവണ്ണം നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് അതിനെ പേസ്റ്റാക്കി എടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുന്നതിന്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വെക്കുന്നത്, വേറെ പച്ച മഷ്റൂമൊക്കെ ഞാൻ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഗ്രേവി ഇച്ചിരി തിക്കായിട്ടിരിക്കുകയും ചെയ്തു. മറ്റേ നമ്മൾ മുളക് കറി വെക്കുകയാണെങ്കിൽ ഉള്ളിയും തക്കാളിയും എല്ലാം വേറെ അല്ലേ കിടക്കുന്നത്. അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഗ്രേവി ഇച്ചിരി തിക്കായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് റൊട്ടി കഴിക്കാനും ചോറിനും എല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മൾ മസാല അത് അരച്ചെടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തത്. നമുക്കിനി ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മുളകുമൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ അതിനകത്ത് ഇട്ട് ഇളക്കിയെടുക്കാം. അത് ഫ്രൈ ചെയ്തതായിട്ട് നമുക്കിനി ഒരുപാടൊന്നും ഇളക്കേണ്ട, അതൊന്ന് ജസ്റ്റ് ഇളക്കി അതിനകത്ത് പിന്നെ നമുക്ക് എരിക്ക് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് അതിനകത്ത് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് മീനും കൂടി ഇട്ട് നല്ല പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാൻ നേരത്തെ മീൻകറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഇപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനും. പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങ വേണമെങ്കിലും ആഡ് ചെയ്യാം. വാങ്ങിക്കുന്ന തേങ്ങാപ്പൊടി ഉണ്ടല്ലോ, അങ്ങനത്തേത് ഞാൻ പിന്നെ തേങ്ങ ഇട്ട് വെച്ച് നോക്കിയപ്പോൾ ഇതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കടയിൽ നിന്ന് തേങ്ങാപ്പൊടി വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ ആഡ് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ടേസ്റ്റ്, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താലും മതി. പിന്നെ ഇത് കുടംപുളി ഇടുന്നവർക്ക് കുടംപുളി ഇട്ട് വെക്കാം. അല്ല മറ്റേ പുളിയാണെങ്കിൽ പിഴുപുളി അത് പിഴിഞ്ഞിട്ട് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം. അപ്പം എന്നിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് കഷ്ണം കൂടെ മീനിൻ്റെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണം കൂടെ എടുത്തിട്ട് നമുക്ക് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ചാറ് കഴിക്കാൻ നല്ലതാണ്. ഗ്രേവി കുറച്ച് തിക്കായതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പം ഏത് മീനായാലും ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ അറിയാവുന്ന പോലെ ചെയ്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെ നമ്മൾ മീൻ കറിയൊക്കെ പറ്റിച്ചിട്ട് നമ്മളതും കൂട്ടിയൊക്കെ ചോറ് കഴിച്ച് മീൻ കറിയും
പയറ് തോരനും രസവും ഒക്കെ ആയിട്ട് നമ്മൾ ചോറ് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ കാണുന്നവർ ഒരു തവണയെങ്കിലും മീൻ കിട്ടുന്നെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണം പറക്കിയിടുക അതിനകത്തോട്ട്. അപ്പം ഇനി നമുക്കൊന്ന് രണ്ടും വെന്തതാണല്ലോ, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ആ എണ്ണമയം ഒന്ന് തെളിയുന്നവരെ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചാൽ മതി. അല്ലെങ്കിൽ ഗ്രേവി ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയെങ്കിൽ അത്രയും മാത്രം മതി. എന്നാൽ ഞാൻ പിന്നൊന്ന് കുറച്ചുകൂടെ തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ്. ഞാൻ മീൻകറി വെച്ചത് ഇതാണ് നല്ല ടേസ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പം അതും കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ച്, അപ്പം മീൻ കിട്ടുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഞാൻ ഓരോ തവണ മീൻകറി വെക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഓരോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം വരുമല്ലോ, മുളകും മല്ലി ഇടുന്നതിലൊക്കെ വ്യത്യാസം വരും. അപ്പം ഈ ഒരു ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ എപ്പോഴും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യും. അപ്പം നല്ല തിക്ക് ഗ്രേവി കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.